വിഭാഗീയതയും സംസ്ഥാന നേതൃത്വത്തിനും നേതാക്കൾക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനം. നവീൻ ബാബു വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ പ്രതിനിധി സമ്മേളനത്തിൽ കനത്ത വിമർശനമാണ് ഉയർന്നത്. ദല്ലാൽ നന്ദകുമാറുമായി EP ജയരാജൻ എന്ത് ബന്ധമെന്ന ചോദ്യത്തിൽ EPക്കെതിരെയും രൂക്ഷ വിമർശനം പ്രതിനിധികൾ ഉയർത്തി. അതേസമയം ചർച്ചകൾ ഇന്നും തുടരും. മിഥുൻ മുരളി ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, CPM ജില്ലാ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ പത്തനംതിട്ട പ്രതിനിധി സമ്മേളനത്തിൽ നമ്മൾ ഊഹിച്ചതുപോലെയുള്ള വിഷയങ്ങളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയുണ്ടായത്. അതിൽ നവീൻ ബാബുവിൻ്റെ വിഷയം ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ EP ദല്ലാൽ നന്ദകുമാർ വിഷയം ചർച്ചയായി. എന്തായാലും നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ പ്രതിനിധി സമ്മേളനങ്ങളും CPMൻ്റെ പ്രതിനിധി സമ്മേളനങ്ങളും പോകുന്നത് എന്നുള്ളതാണ്. രോഹിണി, സംഭവബഹുലമാണ് പത്തനംതിട്ട CPM ജില്ലാ സമ്മേളനം. ഒരു വശത്ത് വിഭാഗീയത വലിയ രീതിയിൽ നിലനിൽക്കുമ്പോൾ തന്നെ പ്രതിനിധി സമ്മേളനത്തിൽ പല വിഷയങ്ങളിലും ചർച്ചകൾ ഉയരുമ്പോൾ അത് സംസ്ഥാന നേതൃത്വത്തിനും പല നേതാക്കൾക്കുമെതിരെയുള്ള രൂക്ഷ വിമർശനമായി മാറുകയാണ്. നവീൻ ബാബു വിഷയത്തിൽ പത്തനംതിട്ടയിലെ CPM ജില്ലാ ഘടകവും കണ്ണൂർ ജില്ലാ ഘടകത്തിനെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ള വിമർശനമാണ് ഇന്നലെ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്നത്. സംസ്ഥാന നേതൃത്വം കൃത്യമായിട്ടുള്ള ഏകോപനം അല്ലെങ്കിൽ ഈ രണ്ട് ജില്ലാ ഘടകങ്ങളെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോയുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ള വിമർശനമാണ് ഉയർന്നത്. പത്തനംതിട്ടയിൽ നിന്നുള്ള ചില നേതാക്കൾ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി അത് PP ദിവ്യ മാധ്യമങ്ങളുടെ ഇരയാക്കി മാറ്റുന്നതിന് കാരണമായി. പത്തനംതിട്ട ജില്ലാ നേതൃത്വം സ്വീകരിച്ച നിലപാട് ശരിയായിരുന്നു. പക്ഷേ അത് കണ്ണൂർ ജില്ലാ ഘടകം സ്വീകരിച്ച നിലപാടുമായി യോജിപ്പിച്ചു കൊണ്ടുപോകാൻ സംസ്ഥാന നേതൃത്വത്തിന് സാധിച്ചില്ല എന്നുള്ളതായിരുന്നു നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആരോപണം. EP ജയരാജനും രൂക്ഷമായ വിമർശനം ഉണ്ടായിട്ടുണ്ട്. പ്രകാശ് ജാവ്ദേക്കർ EP കൂടിക്കാഴ്ച അതൊരു പ്രശ്നമല്ല എന്ന പ്രതിനിധികൾ ഉയർത്തുന്നു. പക്ഷേ ദല്ലാൽ നന്ദകുമാറുമായി EPക്ക് എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് പ്രതിനിധികൾ ചോദിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ രൂക്ഷ വിമർശനമാണ് EP ജയരാജന് ഇന്നലെ നേരിടേണ്ടി വന്നത്. EP ജയരാജൻ, ദല്ലാൽ നന്ദകുമാർ ഇവർ രണ്ടുപേരും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ, ഇവർ തമ്മിലുള്ള ബന്ധം അത് ഏത് രീതിയിലുള്ളതാണ് എന്ന് വ്യക്തമാക്കണമെന്നാണ് പ്രതിനിധികൾ പറയുന്നത്. നേരത്തെ EP ജയരാജൻ പറഞ്ഞത് പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച അത് രാഷ്ട്രീയ പ്രവർത്തകർ തമ്മിലുള്ള സാധാരണഗതിയിലുള്ള ഒരു കൂടിക്കാഴ്ച മാത്രമാണ് എന്നുള്ളതായിരുന്നു നേരത്തെ EP ജയരാജൻ ആ കൂടിക്കാഴ്ചയ്ക്ക് നൽകിയ വിശദീകരണം. അത് പാർട്ടി പ്രവർത്തകർ, പാർട്ടി പ്രതിനിധികൾ അംഗീകരിക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. അതിൽ പ്രശ്നമില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ജാവ്ദേക്കറെ കണ്ടതല്ല പ്രശ്നം. ദല്ലാൽ നന്ദകുമാറുമായി EPക്ക് എന്ത് ബന്ധമാണ് ഉള്ളത്, ഏത് രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഇടപാടുകൾക്ക് വേണ്ടിയാണ് ഈ ബന്ധം ഉപയോഗിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണം. അതുകൊണ്ട് EP ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് മുന്നോട്ട് കൊണ്ടുപോയതിൽ പ്രശ്നമുണ്ട് എന്നാണ് EP ജയരാജനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഇന്നലെ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ വിമർശനം ഉണ്ടായത്. ഒപ്പം ഇനിയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം തുടക്കം മുതലേ നിലനിൽക്കുന്ന വിഭാഗീയതയാണ്. ഈ വിഭാഗീയത അവസാനിപ്പിക്കാതെയാണ് പത്തനംതിട്ട ജില്ലാ സമ്മേളനം ആരംഭിക്കുന്നത്. തിരുവല്ലയിലും കൊടുമണ്ണിലും വലിയ രീതിയിലുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തിരുവല്ലയിലെ വിഭാഗീയത അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സെക്രട്ടറിക്ക് MV ഗോവിന്ദന് നേരിട്ട് ജില്ലയിലേക്ക് വരേണ്ടി വന്നു. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം 2 തവണ കയ്യാങ്കളിയും വാക്കുതർക്കവും ഒക്കെയായി അലങ്കോലപ്പെട്ട് നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സംസ്ഥാന സെക്രട്ടറി നേരിട്ടെത്തി പരിഹാര ശ്രമങ്ങൾ നടത്തിയതിനു ശേഷമാണ് തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം പൂർത്തിയാക്കുകയും ഏരിയ സമ്മേളനം ഒരുവിധം പൂർത്തിയാക്കി ജില്ലാ സമ്മേളനത്തിൽ കടക്കാൻ സാധിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ തിരുവല്ലയിലെ വിഭാഗീയതയുടെ തീവ്രത എത്രത്തോളമാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നേരിട്ടറിയാം. ഇന്നലെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവല്ലയിലെ വിഭാഗീയത അവസാനിപ്പിക്കണം, വിഭാഗീയ പ്രവർത്തനങ്ങളുമായി ഒരു കാരണവശാലും പാർട്ടിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ പ്രതിനിധി സമ്മേളനത്തിൽ അറിയിച്ചത്. ചില നേതാക്കൾക്ക് പണത്തിനോടുള്ള ആർത്തി കൂടിയിട്ടുണ്ട്. ഇത് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള പരാതികൾ സംസ്ഥാന നേതൃത്വത്തിന് ലഭിക്കുന്നുണ്ട്. പലപ്പോഴും പേര് വെളിപ്പെടുത്താത്ത പരാതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. ഇത് വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് സംസ്ഥാന സെക്രട്ടറി അറിയിച്ചത്. ഒപ്പം ജില്ലാ നേതൃത്വത്തിനും വിമർശനം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ജില്ലാ നേതൃത്വത്തിന് കഴിയുന്നില്ല. പ്രത്യേകിച്ച് തിരുവല്ലയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ മുളയിലെ ഞുള്ളിക്കളഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കാൻ ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ നേതൃത്വത്തിന് എതിരെ ഉയർത്തിയ വിമർശനം. ഇങ്ങനെ വിഭാഗീയത ഒരു വശത്ത് നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള സംസ്ഥാന നേതാക്കൾക്ക് എതിരെയുള്ള വിമർശനം രൂക്ഷ രീതിയിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. സംഭവ ബഹുലമാണ്. ഇനിയുള്ള ചർച്ചകളും ഇന്ന് മുഖ്യമന്ത്രി വൈകിട്ടോടുകൂടി എത്തിയേക്കും. നാളെ നടക്കുന്ന യോഗം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് കോന്നിയിൽ ചേരുക. രോഹിണി. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.